നമസ്കാരം. പാളയം സെന്റ് ജോർജ് പള്ളിയിലെ കൈക്കാരനോട് ഒന്നേ പറയുവാനുള്ളൂ. ഇനിയെങ്കിലും ഈ വൃത്തികെട്ട പണികൾ അവസാനിപ്പിക്കും. എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഒടുവിൽ ചീമുട്ടയേറും കൂക്കുവിളിയുമാണല്ലോ സഹോദര. ഇനിയെങ്കിലും അങ്ങ് കളം മറിഞ്ഞ് കളിക്കുക. നമ്മൾ എപ്പോഴും കളിക്കാൻ ഇറങ്ങുമ്പോൾ എതിരാളി ആരെന്ന് മനസ്സിലാക്കി വേണം കളിക്കാൻ. ഞാൻ പറഞ്ഞു വന്നത് മറ്റൊന്നുമല്ല. കഴിഞ്ഞ ഒരാഴ്ചയായി എന്തൊരു അർമാദിപ്പായിരുന്നു. ബാവാപ്പറമ്പ് മലങ്കര മെത്രാപ്പോലീത്തയുടെ പേരിലാക്കി കരമടച്ചത് RDO റദ്ദാക്കിയെന്നും പറഞ്ഞ് എന്തൊരാഘോഷമായിരുന്നു. അങ്ങ് അർമാദിക്കുകയായിരുന്നു. ഇപ്പോഴെന്തായി? RDOയുടെ ഉത്തരവ് ജില്ലാ കളക്ടർ റദ്ദ് ചെയ്തു. പഴയതുപോലെ പുനഃസ്ഥാപിച്ച് കാതോലിക്ക ബാവയുടെ പേരിലാക്കി. ഇതാ ഞാൻ പറഞ്ഞത്, സത്യമേ ജയിക്കൂ, സത്യമേ ജയിക്കാവൂ എന്ന്. 1875 അന്നത്തെ മലങ്കര മെത്രാപ്പോലിത്തയായിരുന്ന പുലിക്കോട്ടിൽ ജോസഫ് മാർ ദേവന്യാസോസ് തിരുമേനി പരിശുദ്ധ ഇഗ്നാത്യോസ് പാത്രിയർക്കീസ് പത്രോസ് മൂന്നാമന്റെ നിർബന്ധപ്രകാരം അദ്ദേഹം തിരുവനന്തപുരത്ത് വരുമ്പോൾ താമസിക്കാൻ അദ്ദേഹത്തിന്റെ പേരിൽ വാങ്ങിയ സ്ഥലവും കെട്ടിടവുമാണ് തിരുവനന്തപുരം ബാവാപ്പറമ്പ്. ഇതിന്റെ ഉടമസ്ഥാവകാശം സംബന്ധിച്ച് സെന്റ് ജോർജ് ഓർത്തഡോക്സ് സിറിയൻ കത്തീഡ്രൽ ഇടവക പൊതുയോഗത്തിന്റെ അനുവാദമില്ലാതെ, തീരുമാനമില്ലാതെ കൈക്കാരൻ ഹൈക്കോടതിയിൽ കൊടുത്ത റിട്ട് ഹർജിയിൽ തിരുവനന്തപുരം RDO പരിശോധിച്ച് തീർപ്പാക്കണമെന്ന കോടതി ഉത്തരവിന് പ്രകാരം വലിയ സ്വാധീനമൊക്കെ ചെലുത്തിയാണ് 9/7/2026 തിരുവനന്തപുരം RDO ഇറക്കിയ ഉത്തരവിൽ പരിശുദ്ധ കാതോലിക്കായും മലങ്കര മെത്രാപ്പോലിത്തയുമായ ബസേലിയോസ് മാർത്തോമാ മാത്യൂസ് തൃതീയൻ എന്ന പേരിലേക്ക് മാറ്റിയ നടപടി റദ്ദ് ചെയ്തത്. ആ ഉത്തരവിൽ തന്നെ പറയുന്നു, ആക്ഷേപം വല്ലതും ഉണ്ടെങ്കിൽ അപ്പീൽ അതോറിറ്റിയായ കളക്ടർക്ക് അപ്പീൽ നൽകാവുന്നതാണെന്ന്. അതനുസരിച്ച് 13/7/2026 ബാവ തിരുമേനി കളക്ടർക്ക് അപ്പീൽ നൽകി. ഈ അപ്പീലിന്മേൽ കളക്ടർ RDOയുടെ ഉത്തരവ് സ്റ്റേ ചെയ്യുകയും സ്റ്റാറ്റസ് കോ നിലനിർത്തണമെന്നും ഉത്തരവായി. കൈക്കാരനും കൂട്ടരും അർമാദിച്ചതൊക്കെ വെറുതെ ആയില്ലേ? മലങ്കര സഭയുടെ സ്വത്തുക്കളുടെ ഉടമസ്ഥതാവകാശം മലങ്കര മെത്രാപ്പോലിത്തയുടെ പേരിലാണ്. അങ്ങനെ ഈ വസ്തുവിന്റെ യഥാർത്ഥ ഉടമയായ മലങ്കര മെത്രാപ്പോലിത്തയുടെ പേരിലാണ് ഇപ്പോൾ ഉടമസ്ഥാവകാശം പുനഃസ്ഥാപിച്ചത്. എത്ര കേസ് കൊടുത്താലും അതിനൊരു മാറ്റവും വരാൻ പോകുന്നില്ല സഹോദര. അയൽവക്കക്കാരന്റെ വസ്തുവിൽ നമുക്കെന്താ അവകാശം? അതുമാത്രം ചിന്തിച്ചാൽ മതി. പിന്നെ മുൻപ് എങ്ങനെയോ കുറെ വർഷങ്ങളായി പാളയം പള്ളിയുടെ പേരിൽ കരമടച്ചിരുന്നു. അങ്ങനെ കരമടയ്ക്കുന്നതിന്റെ ഒറ്റ ബലത്തിൽ വസ്തു പള്ളിയുടേതായി തീരുമോ? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 934 ഭരണഘടന അനുസരിച്ച് മുഴുവൻ സ്വത്തുക്കളും മലങ്കര മെത്രാപ്പോലിത്തയുടെ പേരിലാണ്. ആ ഭരണഘടന ഒന്നെടുത്ത് വായിച്ചു പഠിച്ചിട്ട് 2017 സഭാ കേസിൽ സുപ്രീം കോടതി വിധി കൂടി ഒന്ന് മനസ്സിലാക്കിയിട്ട് കോടതികളൊക്കെ കയറി ഇറങ്ങാൻ. വെറുതെ പാവങ്ങളുടെ കുറച്ച് പണം വക്കീലന്മാർക്ക് കൊടുത്ത് കേസ് നടത്താമെന്നല്ലാതെ യാതൊരു പ്രയോജനവും ഉണ്ടാകില്ല. ഞാൻ താങ്കളെ ഉപദേശിച്ചതല്ല, കാര്യങ്ങൾ പറഞ്ഞു എന്ന് മാത്രം. നിങ്ങളുടെ കുടുംബസ്വത്തോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അച്ചി വീട്ടിൽ നിന്ന് കിട്ടിയ സ്ത്രീധനമോ ഒന്നുമല്ല പാളയം പള്ളി. വിശ്വാസികളുടേതാണ്, മലങ്കര സഭയുടേതാണ്. ലക്ഷങ്ങൾ ചെലവാക്കി ഈ കേസൊക്കെ നടത്തുന്നത് ആർക്കു വേണ്ടിയാ? വിശ്വാസികൾക്ക് വേണ്ടിയോ? സഭയ്ക്ക് വേണ്ടിയോ? നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടിയോ? ഒന്ന് മനസ്സിരുത്തി ചിന്തിക്കുന്നത് നല്ലതാ. ഇനിയും മനസ്സിലായില്ലെങ്കിൽ പിന്നെ മാനസിക നില ശരിയാണോ എന്ന് ഒരു വിദഗ്ധനെ കണ്ട് പരിശോധിപ്പിച്ച് വിലയിരുത്തുന്നതും നല്ലതാണ്. പാളയം കത്തീഡ്രൽ പള്ളി കൈക്കാരൻ ഒരു കോമാളിയാണെന്ന് മറ്റുള്ളവർ പറയുന്നത് കേൾക്കാൻ താല്പര്യമില്ലാത്തത് കൊണ്ട് പറഞ്ഞതാണ്. അതിനകത്ത് വേറെ ഒന്നും ചിന്തിക്കേണ്ട. നിങ്ങളെ കോമാളി വേഷം കെട്ടിക്കാൻ പലരും ചുറ്റുമുണ്ട്. ഒരു കാര്യം വരുമ്പോൾ, ഒരു പ്രശ്നം വരുമ്പോൾ ആരും കാണില്ല, അനുഭവിക്കാൻ നിങ്ങൾ മാത്രമേ കാണൂ. അത് ഓർമ്മിപ്പിച്ചുവെന്ന് മാത്രം.